ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 1% ഇംപ്രൂവ്മെന്റ് റൂളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ബിഗ് ചേഞ്ച് വേണ്ട, ബിഗ് പ്ലാൻ വേണ്ട, ബിഗ് വിൽ പവർ വേണ്ട. ദിവസവും 1% മാത്രം ബെറ്റർ ആകാൻ റെഡിയായാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷത്തിന് ശേഷം തിരിച്ചറിയാവാനാവാത്ത വിധം ബ്യൂട്ടിഫുൾ ആയി മാറുന്നത് കാണാൻ കഴിയും. ഈ ഒരു റൂളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ രണ്ടാളുകളെ ഇമാജിൻ ചെയ്യുക. രണ്ടാളുകൾ ഒരേ ദിവസം ഒരേ ലെവലിൽ നിന്നും അവരുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം ഒരാൾ 37 ടൈംസ് ബെറ്ററും മറ്റേയാൾ 0% ഗ്രോത്തിലും നിലനിൽക്കുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? ടാലൻ്റ് ആണോ? മണിയാണോ? ലക്കാണോ? ഇതൊന്നുമല്ല. ദിവസം തോറും 1% ബെറ്റർ ആക്കാൻ ഒരാൾ മാത്രം വില്ലിംഗ് ആയിരുന്നു. That's the power of atomic habit. 1% improvement is the beautiful truth. 1% എന്നത് ചെറിയതല്ല. ചെറിയതുപോലെ തോന്നിക്കുന്ന വലിയ മാറ്റമാണ് 1%. അതായത് ഒരു പടി മാത്രം കൂടുതലായി നടക്കുക, 5 മിനിറ്റ് മാത്രം നേരത്തെ എഴുന്നേൽക്കുക, 2 പേജ് മാത്രം അധികം വായിക്കുക, 1 ഗ്ലാസ് വെള്ളം അധികം കുടിക്കുക, ഇങ്ങനെ തുടങ്ങി നമ്മുടെ മൈൻഡിനെ സ്ട്രെസ് ചെയ്യിക്കാതെ, ബോഡിയെ ഓവർലോഡ് ചെയ്യിക്കാതെ, പക്ഷെ കൺസിസ്റ്റൻസിയിലൂടെ സൂപ്പർ പവർ ആകുന്നതാണ് 1%. അറ്റോമിക് ഹാബിറ്റ് പറയുന്നത് സ്മോൾ ഗെയിൻസ് കോമ്പൗണ്ട് എന്നാണ്. ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്, ശരിയായി ചെയ്ത ചെറിയ കാര്യങ്ങൾ സമയം കഴിഞ്ഞാൽ വലിയ ഫലമായി പൊട്ടിത്തെറിക്കുന്നു. അതായത് എന്താണ് ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നേടാൻ എന്ന് വിചാരിക്കുന്നുണ്ടാവാം. എന്നാൽ സ്മോൾ ഹാബിറ്റ് ഈസ് ഈക്വൽ ടു കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്നാണ്. ഡെയിലി 1% ഇംപ്രൂവ്മെന്റ് ഈസ് ഈക്വൽ ടു 35 ഡേയ്സിന് ശേഷം 37 into U ആണ്. ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ നിങ്ങളുള്ളതിൻ്റെ 37 മടങ്ങ് ബെറ്റർ വേർഷൻ ആകുന്നതാണ് 1% ഇംപ്രൂവ്മെന്റ്. ഇത് നമുക്കൊരു ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. ഈ ഗ്രാഫിൽ 3 ലൈൻസ് കാണാം. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഡോട്ട് ലൈൻ ഉണ്ട്. അത് നമ്മുടെ ലൈഫിൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരാതെ പോകുമ്പോഴുള്ള അവസ്ഥയാണ്. അതായത് ഒരേ ലെവലിൽ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ലൈഫിൽ മോട്ടിവേഷൻ കുറയുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യുന്ന സമയത്ത് ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് താഴെ കാണുന്ന ലൈന്. അതായത് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതിലൂടെ തന്നെ അത് താഴേക്ക് വന്ന് ഒരു വർഷം കഴിയുമ്പോൾ 0യേക്കാളും താഴ്ന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എന്നാൽ 1% ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയാണ് അടുത്ത ലൈൻസ് കാണിക്കുന്നത്. ഫസ്റ്റ് സമയത്ത് അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്, പിന്നീട് കുറച്ച് ഉയരുന്നുണ്ട്, പിന്നീട് നല്ലൊരു കർവ് വരുന്നു. ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലേക്ക് പോകുന്നതാണ്, അതും ഫാസ്റ്റ് ആയിട്ട്. ഇതാണ് 1% ഇംപ്രൂവ്മെന്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന റിസൾട്ട്. സമയം 1 ഇയർ ആണ്. അതിൽ റിസൾട്ട് എന്ന് പറയുന്നത് 1% ഫസ്റ്റ് ടൈം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ചെറിയ മാറ്റം പോലും ഇല്ലാതെയാണ് കാണുന്നത്. എന്നാൽ ഒരു മാസത്തിന് ശേഷം ചെറിയ ഇംപ്രൂവ്മെൻറ്റ്, അതിനുശേഷം കൂടി ഒരു വർഷത്തിന് ശേഷം അത് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഒരു 1% ഇംപ്രൂവ്മെൻറ്റിന് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ടൈം റിസൾട്ട് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചെടി നടുകയാണ്. ആ വിത്ത് മണ്ണിലിട്ട് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ കഴിയുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്നാൽ ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷം അത് മുള പൊട്ടിയിട്ട് ഉണ്ടാവാം. പിന്നീട് ഒരു മാസത്തിന് ശേഷം അതൊരു കുഞ്ഞു തൈ ആയിട്ടുണ്ടാവും. എന്നാൽ 3 മാസങ്ങൾക്ക് ശേഷം അതൊരു വലിപ്പമുള്ള ചെറിയ തൈയാവും. ഒരു വർഷത്തിന് ശേഷം അതൊരു വലിയ മരമായിട്ടുണ്ടാവും. ഇതാണ് 1% റൂള്. നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മൾ ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ ചിലപ്പോൾ റിസൾട്ട് ഒന്നും കാണുന്നില്ലെങ്കിലും 3 മാസങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രസ് കാണാൻ കഴിയും. ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ബെറ്റർ വേർഷനിലേക്ക് എത്താനും കഴിയും. 1% ഇംപ്രൂവ്മെന്റ് ഈസ് ദ സെയിം. യു വോണ്ട് സീ ദ ചേഞ്ച് ടുഡേ, ബട്ട് ആഫ്റ്റർ മന്ത്സ് everyone will see your transformation.
1% ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നമ്മൾ ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കി. ദെൻ വൈ 1% വർക്ക് ബെറ്റർ ദാൻ ബിഗ് ചേഞ്ചസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഗ് ചേഞ്ചസ് എന്ന് പറയുമ്പം ബിഗ് ചേഞ്ചസ് ഇസ് ഈക്വൽ ടു ഫിയർ, ബിഗ് ഗോൾസ് ഇസ് ഈക്വൽ ടു ഓവർ തിങ്കിങ്, ബിഗ് സ്റ്റെപ്പ് ഇസ് ഈക്വൽ ടു കിറ്റിംഗ്. ഇവിടെ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. ബിഗ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഫിയർ ഉണ്ടാവാം, ബിഗ് ആക്ഷൻസ് എടുക്കാൻ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും, എന്നാൽ വലിയൊരു മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ അത് കിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നാൽ 1% ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ചേഞ്ചസ് ആയിരിക്കും. സ്മോൾ ചേഞ്ചസ് ഇസ് ഈക്വൽ ടു മൈൻഡ് ആക്സെപ്റ്റഡ്. നമ്മുടെ ബ്രെയിന് ചെറിയ ചേഞ്ചിനെ വളരെ വേഗം ആക്സെപ്റ്റ് ചെയ്യും. സ്മോൾ സ്റ്റെപ്സ് ഇസ് ഈക്വൽ ടു ഈസി. ചെറിയ സ്റ്റെപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. സ്മോൾ വിൻസ് ഇസ് ഈക്വൽ ടു മോട്ടിവേഷൻ ബൂസ്റ്റ്. ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മുടെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഡെയിലി കൺസിസ്റ്റൻസി ഇസ് ഈക്വൽ ടു മാസീവ് റിസൾട്ട്. ഇത് കൃത്യമായി നമ്മൾ ചെയ്യുമ്പോഴാണ് മാസീവ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1% ഇംപ്രൂവ്മെൻറ്റ് ഈസ് ബെറ്റർ ദാൻ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത്. അതിനാൽ പ്രോഗ്രസ് ആണ് നമുക്ക് വേണ്ടത്, പെർഫെക്റ്റ് ആവേണ്ടതില്ല. 1% ഇംപ്രൂവ്മെൻറ്റ് ചാലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് കാമായിട്ടൊന്നിരിക്കുക. ദെൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് നിങ്ങളുടെ ബ്രീത്തിലൊന്ന് ശ്രദ്ധിക്കുക. ശേഷം ഇപ്പോഴുള്ള നിങ്ങളുടെ വേർഷനെയും ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ 1% ഇംപ്രൂവ്മെൻറ്റ് നിങ്ങളിൽ വരുത്തുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ വേർഷനെയും കാണാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ഹെൽത്തിൽ, വെൽത്തിൽ, കരിയറിൽ, റിലേഷൻഷിപ്പിൽ, ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ 1% ഇംപ്രൂവ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ 1 ഇയറിന് ശേഷം എത്തിയതായിട്ട് വിഷ്വൽ ചെയ്യുക. അതായത് ആ ഒരു സമയത്ത് ഇപ്പോഴുള്ള നിങ്ങളിൽ നിന്നും ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രൂപത്തിലേക്ക് എത്തിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ വേർഷനെ നിങ്ങളുടെ മുന്നിൽ കാണുക. ഓക്കെ, 1% ബെറ്ററായ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ. കൺഗ്രാറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷന് നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സന്തോഷത്തോടെ കണ്ണു തുറക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ചെറിയ മാറ്റത്തിൻ്റെ തുടക്കം ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക. ഏത് മേഖലയിലാണോ എനിക്ക് മാറ്റം വേണ്ടത്, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം, ഇന്ന് മുതൽ ഞാൻ ചെയ്യേണ്ട 1% ഇംപ്രൂവ്മെൻറ്റ്. അതായത് നിങ്ങളുടെ ഹെൽത്തിലാണെങ്കിൽ നിങ്ങൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്, എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതൊക്കെ 10 മിനിറ്റ്, 5 മിനിറ്റ്, 1 ഗ്ലാസ് വെള്ളം കുടിക്കുക എക്സ്ട്രാ, അതുപോലുള്ള കാര്യങ്ങളായിട്ട് ഒരു ബുക്ക് വായനാശീലം വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഒരു ബുക്കിൻ്റെ 1 പേജ് ഇന്ന് വായിക്കാം. പിന്നീട് അത് നിങ്ങൾക്ക് 2 പേജ് ആക്കാം. അങ്ങനെ 1 ഇയർ കഴിയുമ്പോൾ നിങ്ങളിൽ ആ ഒരു വായനാശീലം എന്ന ഹാബിറ്റ് ഉണ്ടായി വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിന് നിങ്ങൾ ഇവിടെ ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്യുക. ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു വലിയ ഡിസിഷൻ കൊണ്ടല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന 1% സ്മോൾ ഡിസിഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്താനുള്ള യാത്ര നമുക്ക് ഇപ്പോൾ ഇവിടെ തുടങ്ങാം. നിങ്ങളുടെ ബ്രെയിൻ റെഡിയാണ്, നിങ്ങളുടെ ലൈഫ് വെയിറ്റിംഗ് ആണ്. സ്റ്റാർട്ട് യുവർ 1% ടുഡേ ആൻഡ് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു 37 ടൈംസ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം, ഇപ്പോൾ തന്നെ തുടങ്ങാം. താങ്ക് യു ഡിയേഴ്സ്.